ഒരിടക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നെങ്കിലും എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പം ഞാനിത് ആദ്യമായിട്ട് കഴിച്ചതേ തായ്ഫിൽ പോയപ്പോഴത്തേക്കും ഞങ്ങളവിടെ സ്ട്രോബെറി പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇത് കഴിച്ചത്. അപ്പോൾ ഇത്താത്തയുടെ മോൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ് ഇതുപോലെ സ്ട്രോബെറി വാങ്ങിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്. അപ്പം ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഉണ്ടാക്കി. നമുക്കത് അതുപടി തന്നെ അതിലേക്ക് ചോക്ലേറ്റൊക്കെ ഒഴിച്ചിട്ടാണ് അവർ തന്നത്. നല്ല പഴുത്ത നല്ല മധുരമുള്ള സ്ട്രോബെറി ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് ഉണ്ടല്ലോ അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. ആദ്യം ഞാൻ ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത്, എന്നിട്ട് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തത്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം കുറച്ച് സ്ട്രോബെറി ഇട്ട് കൊടുക്കാം, പിന്നെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തോരം വേണോ അത്രയും ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. ഞാനിത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാണ്, പിന്നെ തണുപ്പിച്ചിട്ട് കട്ടിയാക്കിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ സ്ട്രോബെറിയൊക്കെ നല്ല തണുത്തതായിരുന്നു, അത് കാരണം ഇത് അപ്പം തന്നെ ഇങ്ങനെ ഒന്ന് കട്ടിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ്, ചോക്ലേറ്റ് നല്ലതാണല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ എന്നെ ഉണ്ടാക്കി കൊടുത്തു നോക്കും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. മാസലാമ.